ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എവിടെ നിൽക്കുന്നത്? പാമ്പ ബ്രിഡ്ജ് നിന്നേല്ലേ, നമുക്ക് ധനുഷ്കോടി കാണണ്ടേ? അപ്പം നമുക്കിനി ധനുഷ്കോടിയിലോട്ട് പോകാം. എല്ലാവരും വായോ. അങ്ങനെ നമ്മളിപ്പം ധനുഷ്കോടി, അതായത് എൻഡ് പോയിന്റിലോട്ട് പോവാണ്. ധനുഷ്കോടി എത്തിയ കേട്ടോ. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ ധനുഷ്കോടി എന്ന് പറയുന്നൊരു പ്ലേസ് 1964 വരെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്ലേസ് ആയിരുന്നു ധനുഷ്കോടി. പക്ഷേ ഒരു ചുഴലിക്കാറ്റ് കാരണം അവിടെ മുഴുവൻ ഉണ്ടായിരുന്ന സാധനങ്ങളും അവിടുത്തെ വീടുകളും ഒക്കെ നശിച്ച് കുറേ ആൾക്കാരൊക്കെ മരിച്ച് ഇപ്പം അവിടെ ഒന്നും ആരും പാർക്കൊന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എംപ്റ്റി ആയിട്ട് കിടക്കുവാണേ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് അവിടുത്തെ ലൈറ്റ് ഹൗസ് കേട്ടോ. നമ്മളങ്ങോട്ട് ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്നത് ലൈറ്റ് ഹൗസ് ഇതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു. ഇതാണ് എൻഡ് പോയിന്റ്. ധനുഷ്കോടിയിലെ എൻഡ് പോയിന്റ് ഇതാണ് കേട്ടോ. ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാമേശ്വരം ഐലൻഡ്, അതായത് സദേൺ ടിപ്പ് ഓഫ് രാമേശ്വരം ഐലൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാട്ടർ കവറേജസ്, അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഒരു പാർട്ടായ ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്ന ഒരു പാർട്ടായ ഒരു വാട്ടർ ബോഡിയും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാളും. ഈ ബേ ഓഫ് ബംഗാളും അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഒരു പാർട്ടോടെ മിക്സപ്പ് ചെയ്യും കേട്ടോ ഇവിടെ വെച്ച്. ഈ 2 സൈഡ് നിങ്ങൾ കാണുന്നത്, ഈ 2 സൈഡിൽ കാണുന്ന ഈ സീസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഓഷ്യൻ്റെ പാർട്ടുമാണ്. അത് ഇന്ത്യൻ ഓഷ്യൻ്റെ പാർട്ടായിട്ടുള്ള ഗൾഫ് ഓഫ് മന്നാർ, മറ്റേത് ബേ ഓഫ് ബംഗാളാണ് കേട്ടോ. ഇത് 2 മിക്സപ്പ് ചെയ്യുന്ന ഇതിൻ്റെ എൻഡ് പോയിന്റുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ടെലിസ്കോപ്പ് അവർ കൊണ്ടുവരും ഒരു 10 മണിയൊക്കെ ആകുമ്പം. പക്ഷേ ഞങ്ങളത് നിന്നില്ല, കാര്യം ഭയങ്കര കാറ്റായതുകൊണ്ട് ചിലപ്പോഴേ ടെലിസ്കോപ്പ് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. ഇവിടെ നിന്ന് ആ ടെലിസ്കോപ്പും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക കാണാൻ പറ്റും. ശ്രീലങ്ക നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഏകദേശം ഈ ധനുഷ്കോടി നിന്നൊരു 15 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ ശ്രീലങ്കയ്ക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സദേൺ ലോവർ ടിപ്പ് പോയിന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈക്ലോൺ, ഒരു ചുഴലിക്കാറ്റ് വന്ന് ഇത് ഫുൾ നശിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ നശിച്ചിട്ട് സമയത്ത് ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് അവിടുത്തെ ചർച്ചാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചാണ്. ഈ ചർച്ചിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഫുള്ള് ഇപ്പം വെള്ളത്തിനടിയിൽ ആയിരുന്നപ്പോൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, ഈ പുറ്റു കണക്കത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല എന്താ പവിഴപ്പുറ്റ് എന്താ പല നിരത്തിൽ, അങ്ങനെ പുറ്റു പോലത്തെ സാധനങ്ങളും കടലിനടിയിലുള്ള വാട്ടർ ബോഡീസിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അങ്ങനെ ഫിക്സ് ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചർച്ചാണ്, ധനുഷ്കോടിയിലുണ്ടായിരുന്ന ഒരു ചർച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ അവരവിടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ ശേഷിച്ചിട്ടുണ്ടെന്നുള്ളത്, ഓൾഡ് പോസ്റ്റ് ഓഫീസ് നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഓൾഡ് ചർച്ചുണ്ട്, അതേപോലെ തന്നെ അവർക്കൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. പണ്ടുണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് പാർട്ടേ ഉള്ളൂ, ഒത്തിരി ഒന്നുമില്ല, കുറേ നശിച്ചു പോയിട്ടുണ്ട്. കുറച്ച് പാർട്ട് മാത്രമേ ഉള്ളൂ. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ആ വെയിറ്റിംഗ് ഏരിയയും പിന്നെ ആ ഒരു ബ്രിഡ്ജ് പോലൊക്കെ കാണുന്നില്ല, അതാണെന്ന് തോന്നുന്നു, അവിടുത്തെ പാലം പോലൊക്കെ വന്നിട്ട്. അപ്പം ഇതായിരുന്നു ധനുഷ്കോടിയിലുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോഴേ കുറച്ച് ഇങ്ങനെ അവശേഷിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം കുറേ വർഷം കൂടെ കഴിഞ്ഞ് എത്രത്തോളം കാണുമെന്ന് അറിയത്തില്ല. അപ്പം ഈ കാണുന്നതായിരുന്നു ധനുഷ്കോടിയിലെ റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ബ്രിഡ്ജും ഇതൊക്കെ ഉള്ളു. താഴെ കൂടെ നമുക്ക് ആ ചെറുതായിട്ട് റെയിൽവേ ട്രാക്കിന് ഇതൊക്കെ കാണാം. ഇത് അവിടുത്തെ ഒരു ഓൾഡ് അമ്പലമായിരുന്നു കേട്ടോ. അതും പോയി പകുതി മുക്കാലും പോയിട്ടുണ്ട്. ഓൾഡ് അമ്പലമായിരുന്നു കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ ആ ഒരു വഴിയാണിത്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു തുമ്പത്ത് പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ഗൾഫ് ഓഫ് മന്നാറിന് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഏകദേശം ഈ ധനുഷ്കോടിയിൽ ഇത്രയൊക്കെ കാണാനുള്ളൂ. അതായത് നമുക്ക് ഇവിടെ നിന്ന് ടെലിസ്കോപ്പിൽ കൂടെ ശ്രീലങ്ക കാണാം. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പം എക്സിസ്റ്റ് ആയിട്ടുള്ള അവിടുത്തെ പഴയ കെട്ടിടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിളും അങ്ങനത്തെ ഒക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വിടുവാണ് കേട്ടോ. നമുക്കിനി വേറെ കുറച്ച് കാര്യങ്ങളൂടെ കാണാനുണ്ട്. അപ്പം നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വീട് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ദാണ്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം വീട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ആ വീട്ടിൽ ഇപ്പം ഫുൾ എക്സിബിഷൻ സെൻറ്റർ പോലെ നമുക്ക് അകത്ത് വീഡിയോയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ പാർക്കാണ്. അവിടെയാണ് അദ്ദേഹത്തെ അടക്കിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല.
നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണണം കേട്ടോ. നല്ലൊരു മെമ്മോറിയൽ പാർക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ധനുഷ്കോടി ട്രിപ്പിൻ്റെ വ്ളോഗ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.